നമസ്കാരം. പത്തനംതിട്ടയിലെ കാര്യങ്ങളെക്കുറിച്ച് കെ ആന്റണിക്ക് നല്ല തിട്ടമുണ്ട്. മണ്ഡല മനസ്സ് ആന്റണിയോട് അടുത്തു നിൽക്കുന്നു എന്ന് തന്നെ അദ്ദേഹം വിശ്വസിക്കുന്നു. എതിർപക്ഷത്ത് സ്വന്തം മകനായാലും പുത്രവാത്സല്യത്താൽ ആന്റണി അന്ധനാകില്ല. അങ്ങനെ ഏറെ പഴികേട്ട കരുണാകരന്റെ മകൾ പത്മജ മുരളി മന്ദിരത്തിൽ കോൺഗ്രസുകാർക്ക് മാത്രമല്ല അവകാശമെന്ന് അടിവരയിടുമ്പോൾ രാഷ്ട്രീയത്തിലെ നിലയും നിലപാട് മാറ്റവുമെല്ലാം വീണ്ടും ജനമനസ്സുകളിൽ തെളിയുകയാണ്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി അങ്കത്തട്ട് ആരംഭിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം നോക്കാം വോട്ട് ചിത്രം. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊള്ളുന്നതിനിടെ അച്ഛനും മകനും നേർക്കുനേർ. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കെ ആന്റണിയും പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥിയായ മകൻ അനിൽ ആന്റണിയും തമ്മിലാണ് വാക്പോര്. പത്തനംതിട്ടയിൽ മകൻ തോൽക്കണമെന്ന് ആന്റണി പറഞ്ഞപ്പോൾ കോൺഗ്രസിലുള്ളത് കാലാഹരണപ്പെട്ട നേതാക്കളാണെന്നും അച്ഛനോട് സഹതാപമെന്നും അനിൽ ആന്റണി തിരിച്ചടിച്ചു. കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ BJPയിൽ ചേരുന്നത് തെറ്റാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും BJP 3-ാം സ്ഥാനത്തായിരിക്കും. പത്തനംതിട്ടയിൽ മകൻ അനിൽ ആന്റണി തോൽക്കുമെന്നും UDF സ്ഥാനാർത്ഥി ആന്റണി വിജയിക്കുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ ആന്റണി പറഞ്ഞു. എനിക്കൊരു പാട്ട് തോക്കണം അവിടെ കോൺഗ്രസ് ജയിക്കണം, ആന്റണി ജയിക്കണം. അതാണ് കെ ആന്റണി കോൺഗ്രസ് ആണ് വരുന്നത്. എന്റെ മതം കോൺഗ്രസ് ആണ്. കെ ആന്റണിക്ക് മറുപടിയുമായി മകൻ അനിൽ ആന്റണിയും രംഗത്തെത്തി. പത്തനംതിട്ടയിൽ താൻ ജയിക്കുമെന്നും പിതാവിനോട് സഹതാപം മാത്രമാണെന്നും അനിൽ ആന്റണി പ്രതികരിച്ചു. സൈന്യത്തെ അപമാനിച്ച ആന്റണിക്കായി പ്രതിരോധ മന്ത്രിയായിരുന്ന വ്യക്തി സംസാരിക്കുന്നതിൽ സഹതാപം മാത്രമാണുള്ളതെന്നും അനിൽ ആന്റണി അഭിപ്രായപ്പെട്ടു. ഞാനിവിടെ 110% വിജയിച്ചു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്നാണ് ശ്രീ കെ ആന്റണി ഇന്ത്യ മുഴുവൻ നടന്നു പ്രസംഗിച്ചത്. എന്നിട്ട് രാഹുൽ ഗാന്ധി അല്ല ശ്രീ നരേന്ദ്രമോദിജി ഫുൾ മെജോറിറ്റിയോടെ തിരിച്ചു വന്നെന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ ജനത പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് പോലും അർഹമാക്കി. അനിൽ ആന്റണി ഇവിടെ വിജയിക്കാൻ പോവുകയാണ്. ഇത് കണ്ട് വിളറി പൂണ്ട കോൺഗ്രസ്സുകാർ ഇങ്ങനെ പലതും ചെയ്യുന്നു. കെ ആന്റണിയുടെ പ്രതികരണത്തിനെതിരെ പത്മജ വേണുഗോപാലും രംഗത്തെത്തി. ഒരച്ഛനും മകൻ തോൽക്കണമെന്ന് ആഗ്രഹിക്കില്ലെന്നും മക്കൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും അങ്ങനെ ചിന്തിക്കുമെന്ന് കരുതുന്നില്ലെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മക്കൾ തോൽക്കണമെന്ന് ഒരച്ഛനും ആഗ്രഹിക്കില്ല. അത് ഏത് പാർട്ടിയായാലും. എൻ്റെ അനുഭവം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയവർക്ക് സ്വീകരണ വേദിയായത് കരുണാകരനും കല്യാണിക്കുട്ടിയമ്മയും മന്തി ഉറങ്ങുന്ന തൃശൂർ പൂങ്കുന്നത്തെ മുരളി മന്ദിരം. പത്മജ വേണുഗോപാൽ മുൻകൈയെടുത്ത് BJPയിലേക്ക് എത്തിച്ച 20-ലധികം പേർക്കാണ് കരുണാകരന്റെ സ്മൃതി കുടീരത്തോട് ചേർന്ന് സ്വീകരണം ഒരുക്കിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൂടുതൽ കോൺഗ്രസുകാരെ BJPയിലേക്ക് എത്തിക്കാൻ താൻ മുന്നിട്ടിറങ്ങുമെന്ന് പത്മജ വേണുഗോപാൽ വ്യക്തമാക്കി. ചരിത്രത്തിൽ ആദ്യമായാണ് പൂങ്കുന്നത്തെ മുരളി മന്ദിരം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്ക് വേദിയാകുന്നത്. അതും കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയവർക്കുള്ള സ്വീകരണത്തിന്. കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹികളടക്കം 20-ലധികം പേരാണ് BJPയിലെത്തിയത്. പത്മജ വേണുഗോപാൽ മെമ്പർഷിപ്പ് നൽകി പ്രവർത്തകരെ സ്വീകരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ കോൺഗ്രസുകാരെ താൻ മുൻകൈയെടുത്ത് BJPയിലെത്തിക്കുമെന്നും വേദിയിൽ പത്മജ പ്രഖ്യാപിച്ചു. ഇനി തുടങ്ങിയിട്ടുള്ളൂട്ടാ, ഇവരത്തിലൊന്നും നിർത്തില്ല. ഇനി ഞാൻ തുടങ്ങും. തെരഞ്ഞെടുപ്പൊന്ന് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞാൽ സമയം കിട്ടും. എല്ലാ സ്ഥലത്തും ഞാൻ പോകും പറ്റുന്ന മാതിരി. കാരണം എനിക്കറിയാം, അവരെന്നോട് സങ്കടം പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. ഇവരെല്ലാവരും സങ്കടം പറഞ്ഞിരുന്ന എന്നോടാ, കോൺഗ്രസ്സുകാർ പലരും. അപ്പോൾ എനിക്ക് ആളെ പിടിക്കാൻ എളുപ്പം. നേരെ പോയി അവരെ കെട്ടി കൊണ്ടുവന്നാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും സങ്കടപ്പെട്ട് അവരവിടെ നിൽക്കുന്നത്. കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പ്രാർത്ഥന നടത്തിയാണ് BJP നേതാക്കളും പ്രവർത്തകരും മടങ്ങിയത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. പത്മജയുടേത് തരംതാണ രാഷ്ട്രീയമെന്ന് മുരളീധരൻ പ്രതികരിച്ചു. വർഗീയ ശക്തികളെ തൃശൂരിന്റെ മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയുമെന്നും മുരളീധരൻ തൃശൂരിൽ പറഞ്ഞു. ഇന്നത്തെ ദിവസം ഒരിക്കലും ഇതിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അമ്മ മരിച്ചതിൻ്റെ കർമ്മങ്ങൾ സാധാരണ ചെയ്യുന്ന ദിവസമാണ്. ഓർമ്മ ദിനം കഴിഞ്ഞ 23-ാം തീയതി. പക്ഷെ ഇന്ന് കണ്ടൊരു പ്രവണത
വെറും തരം താണ രാഷ്ട്രീയ വേദിയാക്കി എന്നെ മാറ്റി. അത് ഞങ്ങളാരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അത് എന്നെ ഇപ്പോൾ ആരും ഉപേക്ഷിക്കാൻ പറ്റില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അത് 26 കഴിയട്ടെ. 26 വരെ ഞാൻ പറഞ്ഞ പോലെ ആത്മസംയമനം പാലിക്കും. അത് കഴിഞ്ഞാൽ എന്ത് വേണമെന്നുള്ള കാര്യം ഞാൻ എന്നാലോചിക്കാം. ഇതിപ്പോൾ രാഷ്ട്രീയ പോരാട്ടം. ഇന്ത്യ രാജ്യം ആര് ഭരിക്കണം എന്നുള്ള തെരഞ്ഞെടുപ്പാണ്. ഇവിടെ കയറി കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അതോടെ ഞാൻ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അച്ഛൻ്റെ ആത്മാവ് പൊറുക്കാത്ത പ്രവൃത്തികളാണല്ലോ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത്. പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ശത്രുവാളയത്തിന് പാർട്ടിയെ ഒറ്റിക്കൊടുക്കാൻ നോക്കിയത് നടന്നില്ല. അത് കാര്യം വേറെ. അത് അച്ഛൻ്റെ ആത്മാവിന് സന്തോഷം നൽകുന്ന കാര്യമല്ലല്ലോ. ആരെന്തൊക്കെ അന്തർന്ന് ആരും ഉണ്ടാക്കിയാലും അത് ഞങ്ങളുടെ പ്രതിജ്ഞയാണ്. ഇന്ന് എൻ്റെ അമ്മയുടെ ഓർമ്മ ദിനത്തിൽ ഞാൻ എടുക്കുന്ന പ്രതിജ്ഞയാണ്. ഈ വർഗീയ കക്ഷികളെ, ഈ BJP RSS എന്ന വർഗീയ കക്ഷികളെ തൃശ്ശൂരിൻ്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കിയിട്ടേ ഞാനിവിടെ പോകും. പൗരത്വ നിയമ ഭേദഗതിയിലെ കോൺഗ്രസ് നിലപാടിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. കോൺഗ്രസിനെതിരായ വിമർശനം തുടരുമ്പോൾ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി AK ആന്റണിയും രംഗത്തെത്തി. പ്രകടന പത്രിക ഉയർത്തിക്കാട്ടി പൗരത്വ നിയമ ഭേദഗതി ബില്ലിൽ കോൺഗ്രസ് മലക്കം മറിച്ചിൽ തുടരുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ ആക്ഷേപം. ഭരണഘടനാ സംരക്ഷണത്തിനു പോലും കോൺഗ്രസിന് സമയമില്ലെന്നാണ് മുഖ്യമന്ത്രി ആരോപിക്കുന്നത്. കോൺഗ്രസ് പ്രകടന പത്രികയിലെ ന്യൂനപക്ഷ സംരക്ഷണത്തെ ചൊല്ലി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വെല്ലുവിളിയും തുടരുന്ന വേളയിലാണ് കോൺഗ്രസിന്റെ ആദർശമുഖം കൂടിയായ AK ആന്റണി മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി എത്തിയത്. മുഖ്യമന്ത്രിയുടെ പേര് എടുത്തുപറഞ്ഞു വിമർശിക്കാനും AK ആന്റണി തയ്യാറായി. ഭരണഘടന തയ്യാറാക്കുന്നതിൽ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കോ ഒരു പങ്കുമില്ല എന്നായിരുന്നു AK ആന്റണിയുടെ വിമർശനം. ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് CPIM എന്നും ആന്റണി വിമർശിച്ചു. ഈ ഭരണഘടനയ്ക്ക് ആർക്കെങ്കിലും അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഡോക്ടർ അംബേദ്കർക്കും മാത്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയ, അങ്ങയുടെ പാർട്ടിക്ക് ഇന്ത്യയുടെ ഈ പാവനമായ ഭരണഘടന ഉണ്ടാക്കിയതിൽ യാതൊരു പങ്കുമില്ല. ഒരു പങ്കുമില്ല. നിങ്ങൾ കോൺഗ്രസിനെ ആക്ഷേപിക്കാനുള്ള യാതൊരു അവകാശവുമില്ല. ഭരണഘടനയെ ലംഘിച്ചുണ്ടാക്കിയ നിയമങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ എടുത്തുകളയുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പ്രചാരണത്തിന്റെ ചൂട് കയറുന്ന വേളയിൽ ഭരണഘടന, ന്യൂനപക്ഷ സംരക്ഷണം എന്നിവയിൽ ഊന്നി വോട്ടുറപ്പാക്കാൻ തന്നെയാണ് CPIM നീക്കമെന്ന് വ്യക്തം. അതേസമയം രൂപതകളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണത്തിന്റെ പേരിൽ നടക്കുന്ന കേരള സ്റ്റോറിയുടെ പ്രദർശനവും ചർച്ചയാകുന്നുണ്ട്. കോൺഗ്രസും CPIM-ഉം കേരള സ്റ്റോറി സിനിമയുടെ പ്രദർശനത്തിന്റെ പേരിൽ BJP-യെയും RSS-നെയും കണക്കിന് വിമർശിക്കാൻ മുതിരുമ്പോഴും രൂപതകളുടെ കാര്യത്തിൽ മൃദു സമീപനം തുടരുകയാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനത്തിൽ കാസർകോട്ടെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന് കാരണം കാണിക്കൽ നോട്ടീസ്. 2 ദിവസത്തിനുള്ളിൽ മറുപടി നൽകിയില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് നോഡൽ ഓഫീസർ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനാണ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. അനുമതി വാങ്ങാതെ റോഡ് ഷോ നടത്തിയതിനും പ്രചാരണത്തിനായി വാഹനത്തിന്റെ രൂപമാറ്റം അനുമതിയില്ലാതെ ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചതിനും റോഡ് ഷോയുടെ ഭാഗമായി പടക്കം പൊട്ടിച്ചതിനും കുട്ടികളെ റാലിയിൽ പങ്കെടുപ്പിച്ചതിനുമെതിരെയാണ് നോട്ടീസ്. മാതൃകാ പെരുമാറ്റച്ചട്ടം നോഡൽ ഓഫീസറും സബ് കളക്ടറുമായ സൂഫിയാൻ അഹമ്മദാണ് നോട്ടീസ് നൽകിയത്. 48 മണിക്കൂറിനകം മറുപടി നൽകിയില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും നോഡൽ ഓഫീസർ കാരണം കാണിക്കൽ നോട്ടീസിൽ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് ഏറെ ആശ്വാസമാണ് ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചത്. മസാല ബോണ്ട് കേസിൽ ഐസക്കിനെ ചോദ്യം ചെയ്യാൻ വിളിക്കണമെന്ന ED ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ഹർജിക്കാരൻ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെന്ന് കോടതി നിരീക്ഷിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാനാവില്ലെന്ന് ഹൈക്കോടതി നിലപാടെടുത്തു. കേസിൽ വാദം ആരംഭിച്ചപ്പോൾ തന്നെ ഹാജരാവാൻ ഐസക്കിന് തീയതി തീരുമാനിക്കാമെന്ന EDയുടെ നിർദ്ദേശം ജസ്റ്റിസ് TR രവി നിരസിച്ചു. EDക്ക് മുന്നിൽ ഹാജരാവാൻ താൻ ബാധ്യസ്ഥനല്ലെന്ന ഐസക്കിന്റെ വാദത്തിനൊപ്പമാണ് കോടതിയെന്ന് ജഡ്ജി ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് കാലത്ത് ഐസക്കിനെ വിളിക്കണമെന്ന ആവശ്യം കോടതി അനുവദിച്ചില്ല. ഹർജിക്കാരൻ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഇപ്പോൾ ശല്യം ചെയ്യുന്നത് ഉചിതമാവില്ലെന്നും കോടതി വ്യക്തമാക്കി. മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം ക്രമരഹിതമായി ചെലവഴിച്ചെന്ന ആരോപണം കോടതിയെ ബോധ്യപ്പെടുത്തണമെന്ന് EDക്ക് കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ED ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ച കോടതി കൂടുതൽ വിശദീകരണം വേണ്ടതുണ്ടെന്ന് പരാമർശിച്ചു. രേഖകളിൽ
കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുന്നില്ലെന്നും കേസിനെക്കുറിച്ച് കൂടുതൽ പരാമർശിക്കുന്നത് ഇപ്പോൾ ഉചിതമല്ലെന്നും കോടതി വ്യക്തമാക്കി. ഹാജരാകാൻ സൗകര്യപ്രദമായ തീയതി ഐസക്കിന് തീരുമാനിക്കാമെന്ന ഇഡി നിർദ്ദേശം കോടതി തള്ളി. കേസ് മെയ് 22-ന് പരിഗണിക്കാൻ മാറ്റി. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരള സ്റ്റോറി എന്ന ചിത്രത്തിന്റെ രാഷ്ട്രീയം ഏറെ ചർച്ചയാവുകയാണ്. ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ വിവാദ ചിത്രം കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് താമരശ്ശേരി രൂപതയും. KCYM, സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് എന്നിവരാണ് പ്രദർശനത്തിന് നേതൃത്വം നൽകുന്നത്. ഈ മാസം 4-ന് ഇടുക്കി രൂപത ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. ഇടുക്കി രൂപതയിൽ 10 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച സിനിമ ബോധവത്കരണത്തിന്റെ ഭാഗമായാണെന്ന് രൂപത പിന്നീട് വിശദീകരിച്ചിരുന്നു. എന്നാൽ ചിത്രം പ്രദർശിപ്പിച്ചതുമൂലം കടുത്ത വിമർശനങ്ങളാണ് വിവിധ മേഖലകളിൽ നിന്ന് ഇടുക്കി രൂപത നേരിടേണ്ടി വന്നത്. ഇടുക്കി രൂപതയ്ക്ക് പിന്തുണയുമായി താമരശ്ശേരി രൂപത നേരത്തെ രംഗത്ത് വന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ താമരശ്ശേരി രൂപതയും ചിത്രം പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച ഇടുക്കി രൂപതയ്ക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് താമരശ്ശേരി രൂപത പോസ്റ്ററും പുറത്തിറക്കി. രൂപതയ്ക്ക് കീഴിലുള്ള ഇടവകകളിലെ കുടുംബ കൂട്ടായ്മകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുക. ശനിയാഴ്ചയായിരിക്കും പ്രദർശനം. പരമാവധി പേർ സിനിമ കാണണമെന്നും ചിത്രത്തിന്റെ ലിങ്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. കേരള സ്റ്റോറി സിനിമ പള്ളികളിൽ പ്രദർശിപ്പിക്കില്ലെന്ന് തലശ്ശേരി അതിരൂപത. സിനിമയുടെ പ്രദർശനം നടത്തുമെന്ന KCYMന്റെ അറിയിപ്പിനെതിരെയാണ് തലശ്ശേരി അതിരൂപതയുടെ പ്രതികരണം. പള്ളികളിൽ പ്രദർശനം നടത്താൻ ഔദ്യോഗിക തീരുമാനമെടുത്തിട്ടില്ലെന്ന് അതിരൂപത വ്യക്തമാക്കി. KCYMന്റേതായി വന്ന തീരുമാനം അതിരൂപതയുടേതല്ല. സിനിമ എടുത്തവരുടെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാൻ സാധിക്കില്ലെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് വിവാദത്തിനില്ലെന്നും തലശ്ശേരി അതിരൂപത വ്യക്തമാക്കി. കേരള സ്റ്റോറി വിഷയത്തിൽ ചില സഭകളുടേത് പ്രതിഷേധാർഹമായ നടപടിയെന്ന് യാക്കോബായ സഭ നിരണം ഭദ്രാസനം മുൻ അധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ്. ലവ് ജിഹാദ് എന്ന പ്രതിഭാസം ഇല്ല എന്ന് തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. ഒരു തെളിവും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അത്തരമൊരു പ്രദർശനം നടത്തുന്നത് തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകും. ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന വാദത്തിൽ കഴമ്പില്ലെന്നും ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞു. കേരള സ്റ്റോറി എന്ന വിവാദ സിനിമയുടെ പ്രദർശനം ഇതിനകം തന്നെ കേരളത്തിൽ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ തികച്ചും പ്രതിഷേധാർഹമായ ഒരു നടപടിയാണ് ചില സഭകൾ ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ളതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് തെളിയിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. അതൊരു നുണക്കഥയാണ്. അങ്ങനെ ഒരു മിത്തുണ്ടാക്കി ഒരു വിദ്വേഷത്തിൻ്റെയും സംശയത്തിൻ്റെയും ഒരു സംസ്കാരവും രാഷ്ട്രീയവും ഇവിടെ പ്രചരിപ്പിക്കുവാനായിട്ട് ചില ശക്തികൾ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതൊരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ള വാദത്തിൽ കഴമ്പില്ല. തികച്ചും കളവ് നിറഞ്ഞ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത നുണപ്രചരണം നടത്തുന്ന ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നത് ധാർമ്മികമല്ല. അത് എന്തുകൊണ്ടും പ്രതിഷേധാർഹം തന്നെയാണ്. കേരള സ്റ്റോറി കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള പച്ച നുണയാണെന്ന് മുഖ്യമന്ത്രി. RSSന്റെ കെണിയിൽ വീഴരുതെന്നും സിനിമയ്ക്ക് പ്രചാരണം നൽകുന്നതിൽ പ്രത്യേക ഉദ്ദേശ്യമുണ്ടെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇരയാക്കപ്പെടുകയാണെന്നും മുഖ്യമന്ത്രി കൊല്ലത്ത് പറഞ്ഞു. ആ കേരള സ്റ്റോറി എന്നത് BJPയുടെ അജണ്ടയാണ്. ആ അജണ്ടയുടെ ഭാഗമായി വന്നതാണ്. നമ്മുടെ നാടിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു പ്രചരണ സാധനമാണത്. അതിന്റെ ഭാഗമായി സിനിമയെ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് നാടിനെ അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത് വളരെ നിർഭാഗ്യകരമായ തീരുമാനമെന്ന് AK ആന്റണി. കേരളത്തിൽ മതസ്പർദ്ധ വളർത്താനുള്ള ബോധപൂർവമായ ശ്രമമെന്നും ആന്റണി പ്രതികരിച്ചു. നിർഭാഗ്യകരമായിപ്പോയി. കാരണം കേരളത്തിൽ മതസ്പർദ്ധ വളർത്താൻ ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ദൂരദർശൻ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത്. ആ കെണിയിൽ വീഴരുതേ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. BJPയുടെ കെണിയാണ്. ആ കെണി വീഴരുത്. കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മതസമൂഹങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ള ചൂണ്ടയാണിത്. ആ ചൂണ്ടയിൽ കൊത്തരുതെന്നും VD സതീശൻ പറഞ്ഞു. പൂർണ്ണമായി അവസാനിപ്പിക്കണം ആ ചർച്ചയും ആ വിവാദം. അത് നല്ലതിനല്ല. ഇത് ഒരു ചൂണ്ടയാണ്. മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി, വിഭിന്നമായ മതസമൂഹങ്ങൾ തമ്മിൽ തർക്കമുണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിട്ടിരിക്കുന്ന ഒരു ചൂണ്ടയാണ്. ആ ചൂണ്ടയിൽ കയറി കൊത്താതിരിക്കുകയാണ് ഏറ്റവും ഭംഗിയെന്നാണ് എൻ്റെ അഭിപ്രായം.
കേരള സ്റ്റോറി സിനിമ മുസ്ലിം വിരുദ്ധവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും കേരള വിരുദ്ധവുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. RSS അജണ്ട മാത്രമുള്ള യാതൊരു മൂല്യവുമില്ലാത്ത സിനിമയാണ് കേരള സ്റ്റോറി. രൂപതകളിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നത് അവരുടെ താല്പര്യമെന്നും MV ഗോവിന്ദൻ ഇടുക്കിയിൽ പറഞ്ഞു. ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നതിന് 3 ഉള്ളടക്കമാണ്. ഒന്ന്, അത് മുസ്ലിം വിരുദ്ധമാണ്. 2, അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. 3, അത് കേരള വിരുദ്ധമാണ്. ഈ 3 ഉള്ളടക്കങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മൂല്യവും ഇല്ലാത്ത RSS അതിൻ്റെ അജണ്ട പ്രഖ്യാപിച്ച് സാധാരണ ഒരു വാറോഹല പോലെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചപ്പോഴാണ് ഞങ്ങളതിനെ ശക്തിയായിട്ട് എതിർത്തത്. ഇപ്പോൾ രൂപത ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നുള്ള അവർ ഗൗരവപൂർവ്വം കാണുകയാണ്. പ്രചാരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനം CPM-നെ ഏറെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഈ കേസിൽ പ്രതികൾക്കെതിരെ കാപ്പ ചുമത്താൻ ഒരുങ്ങുകയാണ് പോലീസ്. ബോംബ് നിർമ്മാണത്തിൽ പ്രതികൾക്ക് കൂടുതൽ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. പാനൂർ ബോംബ് സ്ഫോടന കേസിൽ 12 ആളുകളാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഒരാൾ സ്ഫോടനത്തിൽ മരിച്ചു. മറ്റു 11 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ്. മറ്റു കേസുകളിൽ പ്രതികൾക്ക് ബന്ധമുണ്ടെങ്കിൽ കാപ്പ ചുമത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സ്റ്റീൽ ബോംബ് നിർമ്മാണത്തിൽ ഇവർക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കും. ബോംബ് നിർമ്മാണത്തിലെ മുഖ്യ സൂത്രധാരൻ ഷിജാൽ, സുഹൃത്ത് അക്ഷയ് എന്നിവർക്ക് രക്ഷപ്പെടാൻ പുറത്തുനിന്നും സഹായം ലഭിച്ചതായും അന്വേഷണ സംഘം സംശയിക്കുന്നു. ഇരുവരെയും ഇന്നലെ ഉദുമൽപേട്ടയിൽ നിന്നാണ് പിടികൂടിയത്. സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ ബന്ധമില്ലെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ പ്രതികളിൽ 4ഓളം പേർ DYFI CPIM പ്രവർത്തകരാണ്. ഇവർക്ക് ഗുണ്ടാ സംഘങ്ങളുമായുള്ള ബന്ധവും അന്വേഷിച്ചു വരുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പരിണിതപ്രജ്ഞരായ നിരവധി നേതാക്കളുടെ വിയോഗം കേരള രാഷ്ട്രീയം തൊട്ടറിയുന്നുണ്ട്. അക്കൂട്ടത്തിൽ മുൻപന്തിയിലാണ് KM മാണിയുടെ സ്ഥാനം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് 5 ആണ്ട് തികഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്നു KM മാണിയുടെ വിയോഗം. 6 പതിറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയത്തിൽ ഒറ്റയാനായി വിലസിയ കരുത്തുറ്റ നേതാവ്, കേരള രാഷ്ട്രീയത്തിലെ അതികായൻ, രാഷ്ട്രീയ തന്ത്രജ്ഞൻ, അങ്ങനെ വിശേഷണങ്ങൾ നിരവധിയാണ് KM മാണി എന്ന അടിമുടി രാഷ്ട്രീയക്കാരന്. കോട്ടയം മീനച്ചൽ താലൂക്കിൽ കർഷക ദമ്പതികളായ മരങ്ങാട്ടുപിള്ളി കരിങ്ങോഴയ്ക്കൽ തോമസ് മാണിയുടെയും ഏലിയാമ്മയുടെയും മകനായി 1933 ജനുവരി 30 ജനനം. കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ പടുകൂറ്റൻ വൃക്ഷമാക്കി വളർത്തിയതിൽ മാണി വഹിച്ച പങ്ക് ചെറുതല്ല. വളരുംതോറും പിളരുംതോറും വളരുമെന്ന സിദ്ധാന്തവൽക്കരണത്തിലൂടെ പാർട്ടിക്ക് അടിവരയിട്ടതും ഇദ്ദേഹം തന്നെയായിരുന്നു. 1960കളിൽ കലങ്ങിമറിഞ്ഞ കോൺഗ്രസ് രാഷ്ട്രീയമാണ് കേരള കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പിറവിക്ക് കാരണമായത്. എന്നാൽ ഇന്ന് ആ പാർട്ടിയെ പിളർത്തിയത് KM മാണി എന്ന അതികായന്റെ മരണം തന്നെയാണ്. മാണിയിലെ രാഷ്ട്രീയക്കാരൻ നേടിയെടുക്കാത്ത റെക്കോർഡുകളും ചുരുക്കമായിരുന്നു. ഒരു മണ്ഡലത്തിൽ നിന്ന് മാത്രം തുടർച്ചയായി 13 തവണ നിയമസഭയിലെത്തിയ നേതാവ്, പാർലമെന്ററി പ്രവർത്തന രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട ജൂബിലി മാൻ, രാജ്യത്ത് തന്നെ ഏറ്റവും അധികം തവണ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി, 10 മന്ത്രിസഭകളിൽ അംഗമായിരുന്ന മാണിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ അംഗമായിരുന്നതിന്റെ റെക്കോർഡും. അങ്ങനെ എത്രയെത്ര റെക്കോർഡുകളാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ യാത്രയിൽ നേടിയെടുത്തത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു മാണി എന്ന മുതിർന്ന നേതാവ് വിടവാങ്ങിയത്. ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ അദ്ദേഹം ഇല്ല എന്നത് വലിയ നഷ്ടം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. ഇനി കാണാം ചരിത്ര സ്പന്ദനം. 3 പതിറ്റാണ്ടിന്റെ ചരിത്രമോതുന്ന ചുവരെഴുത്തുണ്ട് പത്തനംതിട്ടയിൽ. വടശ്ശേരിക്കരയിലുള്ള കനാലിന്റെ തൂണിലാണ് ഈ ചുവരെഴുത്തുള്ളത്.
വർഷം 1987. നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ റാന്നി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയുടെ ഇടുക്കുള മാപ്പിളയും കോൺഗ്രസിന്റെ MC ചെറിയാനും. പോരാട്ടത്തിൽ MC ചെറിയാൻ ജയിച്ച് നിയമസഭയിലെത്തി. 3 പതിറ്റാണ്ടിനിപ്പുറം തെരഞ്ഞെടുപ്പ് ഓർമ്മകളുമായി മായാതെ നിൽക്കുകയാണ് അന്നത്തെ ചുവരെഴുത്ത്. ഒരു 30 വർഷം മുമ്പ് നമ്മുടെ ഇടുക്കുള മാപ്പിള MC ചെറിയാനും കൂടെ മത്സരിക്കുന്നുണ്ടായിരുന്നു. 30 വർഷത്തിന് ശേഷം ഞങ്ങളുടെ ചുവരെഴുത്തിങ്ങനെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ചുവരെഴുത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ കീഴ്മാട് സംഭവത്തിനെതിരെയും തങ്കമണി സംഭവത്തിനെതിരെയുമായിരുന്നു. 1986 നടന്ന പഞ്ചാബിലെ പോലീസ് നടപടിയും മുദ്രാവാക്യമായി. 1985 കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്ത് ആലുവ അന്ധവിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ വിദ്യാലയത്തിലെ അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നടത്തിയ സമരത്തിനെതിരെ പോലീസ് ലാത്തിചാർജ് ഉണ്ടായതായിരുന്നു കീഴ്മാട് സംഭവം. കോൺഗ്രസിനെതിരെയാണ് ഈ ചുവരെഴുത്തെങ്കിലും 30 വർഷമായിട്ടും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ആരും ഈ ചുവരെഴുത്ത് മായ്ക്കാൻ തയ്യാറാവുന്നില്ല. സ്മാരകമെന്ന നിലയിലാണ് എല്ലാവരും ഈ ചുവരെഴുത്തിനെ കാണുന്നത്. അക്കാലത്തെ രാഷ്ട്രീയ കക്ഷികളുടെയും സ്ഥാനാർത്ഥികളുടെയും പോരാട്ട ചരിത്രം പുതിയ തലമുറയിലെ വോട്ടർമാർക്ക് പറഞ്ഞു കൊടുക്കാനും മുതിർന്നവർ ശ്രമിക്കാറുണ്ട്. സന്തോഷ് നിലയ്ക്കൽ, കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട. ഇനി കാണാം നാട് പറയട്ടെ. അന്തരീക്ഷത്തിലെ ചൂട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇല്ലെന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ ചെറുകിട കച്ചവടക്കാരുടെ അഭിപ്രായം. ആര് ജയിച്ചാലും നാടിന് ഗുണമുള്ള കാര്യം ചെയ്യണമെന്നൊരാവശ്യം മാത്രമേ ഇവർക്കുള്ളൂ. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ തന്നെ പ്രചരണത്തിന്റെ ആവേശത്തിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോട്ടയ്ക്കകത്താണ്. ഇവിടെ നമുക്ക് ഈ സൈഡിൽ കുറച്ച് കച്ചവടക്കാരുണ്ട്, മോരുകട, ലോട്ടറി കടയൊക്കെ നടത്തുന്നവരുണ്ട്. അവരോട് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ ചോദിക്കുക. അതിനു മുമ്പ് ഞാൻ ഈ നിൽക്കുന്നത് മോരുകടയുടെ ഫ്രണ്ടിലാണ്. അതുകൊണ്ട് തന്നെ ഒരു മോര് കുടിച്ചോണ്ട് തുടങ്ങാം. ചേട്ടാ, എനിക്കൊരു മോര് തരാമോ? എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ആവേശമൊക്കെ? എങ്ങനെയുണ്ട് ഈ മോര്? തെരഞ്ഞെടുപ്പ് ചൂട് കുറയ്ക്കോ? മോര് ചൂട് കുറയ്ക്കും, പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഇവിടെ വലിയ ഇതായിട്ട് തോന്നുന്നില്ല. കാര്യം ഇവിടെ വലിയ പ്രചരണമോ നേതാക്കളോ ആരും ഇതുവരെ വന്നിട്ടില്ല, ഇങ്ങോട്ടും ഈ ലൈനിൽ വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും പറയാനില്ല, എല്ലാം ഏകദേശം ഒരു ഇതിൽ തന്നെ നിൽക്കുന്നത്. നമ്മൾ നേരം വിളിക്കുമ്പോൾ ഇവിടെ കടയിൽ വരും, ഇതേപോലെ വൈകിട്ടാകുമ്പോൾ എല്ലാം പറിക്കൊണ്ട് പോകും. പിന്നെ ഇടയ്ക്ക് അവരുടെ വരുവോ ഇല്ലേ നമുക്ക് അറിഞ്ഞൂടാ. ഇവിടെ ആരും വരുന്നില്ല, അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. നമ്മളെ ഇവിടെ ആരും വന്നിരുന്നോണ്ട് ഈ തിരക്കിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയില്ല. അവർ പെട്ടെന്ന് വെള്ളം കുടിച്ചിട്ട് അവർ ഓടാൻ നോക്കും. തെരഞ്ഞെടുപ്പ് പ്രവർത്തിക്കാൻ വേണ്ടി വലിയ പ്രശ്നമാണ്. കാരണം ഈ ചൂടത്ത് കാൻഡിഡേറ്റ്സിന് അങ്ങോട്ട് പോകാനും വോട്ട് അന്വേഷിച്ച് വോട്ട് ചോദിക്കാൻ വേണ്ടി പ്രവർത്തകർക്ക് പോകാൻ വലിയ പാടാണ്. പൊതുവെ പൈസ ഇല്ല, അതാണ് സത്യം. ആര് ജയിച്ചാലും നമ്മുടെ അവിടുത്തെ ആ വണ്ടിത്തോടം പാലപ്പൂരാണ് താമസിക്കുന്നത്. ആ റോഡ് കിടക്കുന്നത് കണ്ട മനുഷ്യർ പോലും അതിനകത്ത് പോലും വണ്ടിയൊക്കെ രാത്രി പോയി എത്രയോ പേര് വീഴുന്നു. ഇവരിൽ ആര് ജയിച്ചാലും ആരും ഒന്നും ചെയ്യാറില്ല. ആര് ജയിച്ചാലും എന്തോളെ നമ്മൾ പാടുകൊടുന്ന് നമ്മൾ ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. ആര് ജയിച്ചാലും നമ്മുടെ നാട്ടിലെ പാവങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ഇത് ചെയ്യണം, അതേ എനിക്ക് പറയാനുള്ളൂ. ജനങ്ങൾ ഏത് രീതിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം വളരെ കഷ്ടതയിലാണെന്നുള്ളത് ഉറപ്പാണ്. ഞാൻ വികലാംഗനാണ്, എനിക്കിതുവരെയും പെൻഷൻ പോലും കിട്ടിയിട്ടില്ല. പിന്നെ അതിനപ്പുറം ഞാൻ ഇനി എന്തെന്ന് പറയാൻ? അങ്ങനെ തീർത്ത് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പം വെളിയിൽ പോകുന്നില്ല. ഇപ്പോൾ ഓരോരുത്തരും ഓരോരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി സ്ഥാപനത്തിലിരിക്കുമ്പോൾ നമുക്കൊന്നും തീർത്ത് പറയാൻ നോക്കില്ല. അപ്പോൾ നമുക്ക് എല്ലാവരും വേണം. വീട്ടിലും പോയി അവരുടെ ആ വീട്ടിലെ കഷ്ടങ്ങൾ എന്തെന്ന് അറിയണം, അറിഞ്ഞ് അവർക്ക് നല്ല രീതിയിൽ ചെയ്യണം. അത് നേട്ടങ്ങൾ കൊടുക്കുന്ന അത്രയും പണക്കാർക്കാണ്, നേട്ടങ്ങളില്ലാതെ പോകുന്നതെല്ലാം പാവങ്ങൾക്കുമാണ്. നമ്മളെപ്പോലെ പാവങ്ങൾ എന്നും പാവങ്ങളായിട്ട് തന്നെ ജീവിക്കും. ആര് ജയിച്ചാലും നാടിൻ്റെ ഗതി ഇതാണ്, പാവങ്ങളുടെ ഗതി ഇതാണ്. ഇനി കാണാം വോട്ട് പഞ്ച്.
ജീവൻ മരണ പോരാട്ടമാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി. ഇന്ത്യ എന്ന ആശയം വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പോടെ BJP ഭരണം അവസാനിപ്പിക്കണം. വീണ്ടും BJP അധികാരത്തിൽ വന്നാൽ ഭരണഘടന അട്ടിമറിക്കപ്പെടുമെന്നും AK ആന്റണി കൂട്ടിച്ചേർത്തു. ഈ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള ഇലക്ഷനാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ ആശയത്തെ വീണ്ടെടുക്കാനുള്ള സംരക്ഷിക്കാനുള്ള ഇലക്ഷനാണ്. BJPയുടെ ഭരണം അവസാനിപ്പിക്കണം. നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കണം. RSSന്റെ ഫിൻസി ട്രെയിനിങ് അവസാനിപ്പിക്കണം. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വീണ്ടും വന്നാൽ ഡോക്ടർ അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയിലെ അടിസ്ഥാന മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെടും. ഭരണഘടന അട്ടിമറിക്കപ്പെടും. അത് ജനാധിപത്യത്തിന്റെ അന്ത്യത്തിന് തുടക്കമായിരിക്കും. ആ ആപത്ത് ഒഴിവാക്കണം. ഇതോടെ അങ്കത്തട്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.